കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞാൻ ഒരു ക്രൂസിനകത്താണ്. റോയൽ കരീബിയൻ എന്ന ക്രൂസ് ഹൂസ്റ്റണിൽ നിന്ന്, ടെക്സസിലെ ഹൂസ്റ്റണിൽ നിന്ന് ആരംഭിച്ച് മെക്സിക്കോ പോയി തിരികെ വരുന്ന യാത്രയിലാണ് ആയിരിക്കുന്നത്. നിങ്ങൾ ഈ പുറകിൽ കാണുന്നതൊക്കെ ഈ ഷിപ്പിൻ്റെ മനോഹാരിതയും ഒത്തിരി കാര്യങ്ങൾ ഈ ഷിപ്പിനകത്തുണ്ട്. ഏകദേശം 4,000-ഓളം പേരും 1,000-ഓളം സ്റ്റാഫും അടങ്ങുന്ന 5,000-ഓളം പേർ സഞ്ചരിക്കുന്ന ഒരു ബൃഹത്തായ വലിയ 15 ഫ്ലോറുകളുള്ള ഒരു വലിയൊരു ഷിപ്പിനകത്താണ് യാത്ര ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇത് വളരെ എൻജോയബിളാണ്. അതുപോലെ തന്നെ വളരെ എല്ലാ കാര്യങ്ങളും ഓൾ എൻ്റർടൈൻമെൻറ്റ് ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഹാപ്പിയാണ്, എല്ലാവരും ഇതിനകത്ത് എൻജോയ് ചെയ്യുകയാണ്. ഞാൻ ഇതിനകത്ത് യാത്ര ചെയ്യുക ഷാലോൺ IPC ചർച്ച് എന്നോട് കാണിച്ച വലിയൊരു സ്നേഹമാണ്. അവരെനിക്ക് ഇങ്ങനെ ഇതിനകത്ത് 50 പേരടങ്ങുന്ന ഗ്രൂപ്പിനകത്ത് എനിക്കും അതിനകത്തൊരു ഭാഗമാകാൻ ദൈവം സഹായിച്ചു. ഷാലോ IPC ചർച്ചിനോട്, ഡാലസിലെ ഷാലോ IPC ചർച്ചിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് ഞാൻ ഇതിനകത്തായിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് തോന്നിയത്, ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഷിപ്പ് ഇങ്ങനെ താഴാതെ ദിവസങ്ങളോളം ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ ഈ മെക്സിക്കൻ കടലിലൂടെ അമേരിക്കൻ സീയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് താഴാതെ ഇത്രയും പേര് ഇത്രയും വെയിറ്റോടുകൂടി ഇതിനകത്ത് സഞ്ചരിക്കുന്നു. ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു ഷോപ്പിംഗ് മാളിനകത്ത് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ടിനകത്ത് നിൽക്കുന്ന പോലെ, സ്വിമ്മിംഗ് പൂളിനകത്ത് നിൽക്കുന്ന പോലെ, വലിയ ഫുഡ് കോർട്ടിനകത്തായിരിക്കുന്ന പോലെ, ഒരു ഷോപ്പിംഗ് മാളിനകത്ത് നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള വളരെ എല്ലാ തരത്തിലും തിയേറ്ററിനകത്ത് നിൽക്കുന്ന പോലെ ഒക്കെയുള്ള എക്സ്പീരിയൻസുകളാണ് എന്നെ ചിന്തിപ്പിച്ചത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ബൃഹത്തായ ഒരു കപ്പൽ ഉണ്ടാക്കുവാനിടയായി. നമുക്കെല്ലാവർക്കും അറിയുന്ന ടൈറ്റാനിക് എന്ന കപ്പൽ, അത് വളരെ പ്രശസ്തമാണ്. കാരണം അതിൻ്റെ ഒറ്റ യാത്രയെ അത് ചെയ്യാനായിട്ട് കഴിഞ്ഞുള്ളൂ. അത് ഉണ്ടാക്കിയ അതിൻ്റെ ഉടമസ്ഥൻ ആ കപ്പലിനെ അവകാശപ്പെട്ടത് ഇത് അന്നത്തെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രൗഢവും അതുമാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരെ ഉൾക്കൊള്ളിക്കുന്നതുമായ ആ ഷിപ്പ്, ഏകദേശം 2000 ആണെന്ന് തോന്നുന്നു, അത്രത്തോളം പേരെ ഉൾക്കൊള്ളിപ്പിക്കുന്ന ഫസ്റ്റ് ഷിപ്പ് അത് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെയിലിങ്ങിൻ്റെ ഡേ ഇത് ഡിക്ലെയർ ചെയ്യുമ്പോൾ എല്ലാവരോടും പറഞ്ഞു, ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, കാരണം ഞാനിത് സൃഷ്ടിച്ചിരിക്കുന്നത് അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ്, ഇത് ഒരിക്കലും തകർക്കാൻ കഴിയില്ല. അതിൻ്റെ കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു വാക്കാണ്, ദൈവത്തിന് പോലും ഇതിനെ തകർക്കാൻ പറ്റില്ല, അത്രേ സ്ട്രോങ് ആണ് ഈ ബിൽഡിംഗ്, ഈ ഷിപ്പ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം അതൊരു ഹിസ്റ്ററിയായി മാറ്റപ്പെട്ടു. കാരണം ആ ഷിപ്പിൻ്റെ ഫസ്റ്റ് സെയിലിങ്ങിൽ തന്നെ നിസ്സാരമെന്ന് തോന്നിയ മഞ്ഞുമലയിൽ തട്ടി. അതിൻ്റെ കപ്പിത്താൻ പോലും അതിൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു, ഒരു മഞ്ഞ് മലയെപ്പോലും ഇടിച്ചു തകർക്കാനുള്ള കേപ്പബിലിറ്റി ഈ ഷിപ്പിനുണ്ടെന്നുള്ള ചിന്താഗതിയോടുകൂടി ആ ഷിപ്പിൻ്റെ മല ഫ്രണ്ടിൽ കണ്ടപ്പോൾ പോലും അതിനെ അവഗണിച്ചുകൊണ്ട്, കാരണം അവരുടെ ഹൃദയത്തിൽ കേട്ടിരിക്കുന്ന വാക്ക്, ലോകത്തിലെ ഒരു മനുഷ്യന് മാത്രമല്ല ദൈവത്തിന് പോലും തകർക്കാൻ കഴിയാത്ത ഷിപ്പ് എന്നുള്ള ചിന്താഗതി ആ മഞ്ഞുമലയിൽ ഇടിച്ച് അത് രണ്ടായി കീറിപ്പോയി എന്നും ഇന്നും അതിൻ്റെ ഭാഗങ്ങൾ കടലിൻ്റെ അടിയിലാണ്, അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു സന്ദർഭം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഓടി വന്നത്, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെയും ദൈവത്തിന് വെറുപ്പെന്നല്ല, മനുഷ്യൻ എത്രമാത്രം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോഴും അവൻ്റെ ചിന്താഗതികൾ വർദ്ധിക്കുമ്പോഴും, പഴയ നിയമത്തിനകത്ത് നമുക്കറിയാം, എല്ലാവരും മനുഷ്യൻ ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ അടുക്കലോളം എത്തിച്ചേരാമെന്ന് കരുതി ഒരു ഗോപുരമുണ്ടാക്കിയ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവരുടെ ഭാഷയെ കലക്കി അവർ പല ദേശങ്ങളിലേക്ക് ചിതറിപ്പോയൊരു ചരിത്രമുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ എപ്പോഴും നല്ലതാണ്. പക്ഷേ കണ്ടുപിടിക്കുമ്പോഴെല്ലാം ഞാൻ പല ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ, നമുക്ക് ഐസക് ന്യൂട്ടൺ, അതുപോലെ ഒത്തിരി ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. ആ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും അവർ എന്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും അതെല്ലാം ലോകം അറിയപ്പെടുന്ന ബൃഹത്തരമായ കണ്ടുപിടുത്തങ്ങളായിരുന്നു. ആ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തി കഴിയുമ്പോൾ അവർ ഒന്നും ഡിക്ലെയർ ചെയ്യാറുണ്ട്, ഇതെൻ്റെ കഴിവ് കൊണ്ട് കണ്ടുപിടിച്ചതല്ല, ദൈവം എനിക്ക് നൽകിയ അറിവാണ്, ദൈവം എനിക്ക് തന്ന ജ്ഞാനമാണ്. ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം, സയൻറ്റിസ്റ്റുകളൊക്കെയും അവർ ആഴമായി വേദപുസ്തകം വായിക്കുന്നവരും വേദപുസ്തകത്തെ ഇഷ്ടപ്പെടുന്നവരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ഡിക്ലറേഷൻ, അവരൊരു കണ്ടുപിടുത്തത്തിൻ്റെ മുമ്പിൽ അവർ തങ്ങളെ തന്നെ
താഴ്ത്തി, ദൈവസന്നിധിയിൽ താഴ്ത്തി, ഇത് ദൈവം തന്ന ജ്ഞാനമാണെന്ന് പറയുമ്പോൾ, ഇന്ന് ഈ ലോകത്തിൽ നമുക്കറിയാം മനുഷ്യൻ്റെ ലൈഫിനകത്ത് പണമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പദവി ഉണ്ടാകുമ്പോൾ, ഒരു സാധ്യതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വയം അഹങ്കരിച്ചുകൊണ്ട് നമുക്ക് ദൈവം വേണ്ട, ഇതെൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ ജ്ഞാനം കൊണ്ടാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം എലോൺ മാസ്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് പോലും ഗർഭപാത്രത്തിൻ്റെ അതിൻ്റെ AI കൊണ്ടുള്ള ഗർഭപാത്രം ഉണ്ടാക്കി കഴിഞ്ഞു. അതിനകത്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നു. അങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഒരുപക്ഷെ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള നൂതന ടെക്നോളജി, AI ടെക്നോളജികൾ, അതുപോലെ കമ്പ്യൂട്ടർ യുഗങ്ങൾ ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമുക്കറിയാൻ കഴിയുന്നത് ഈ ലോകത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ എപ്പോഴും നല്ലതാണ്, ഏറ്റവും ബൃഹത്തരമാണ്. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ജ്ഞാനം അത്ര ഭയങ്കരമാണ്. ഒരു ദൂതന്മാരെക്കാളും മനുഷ്യനെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ജ്ഞാനം, ദൈവം സൃഷ്ടിച്ചതിൻ്റെ പല നന്മകളെയും പുറത്തു കൊണ്ടുവരുവാനാണ് ദൈവം ഈ മനുഷ്യൻ്റെ ബുദ്ധി. അത്ര ഷാർപ്പാണ് മനുഷ്യൻ്റെ ബുദ്ധി. പക്ഷേ ഏതൊരു കണ്ടുപിടുത്തങ്ങളും ദൈവത്തെക്കാൾ ഉപരിയല്ല, ദൈവം ഉണ്ടാക്കിയതിൽ നിന്നുള്ള കണ്ടുപിടുത്തങ്ങൾ മാത്രമേ മനുഷ്യൻ ഇന്നുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനേകർ പറയും, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ജ്ഞാനം കൊണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ എക്സാമ്പിളാണ്. നമ്മൾ അത്ഭുതങ്ങളിലൂടെ ജീവിക്കുന്നവരാണ്. ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് അത്ഭുതമായി തോന്നുന്നത്, എന്തുകൊണ്ട് ഇത് താണുപോകുന്നില്ല? 5000 പേരെ ഒരു മനുഷ്യൻ വെള്ളത്തിലേക്ക് വീണാൽ താണുപോകുന്ന ഇടത്ത് ഇത് ഇത്രയും പേരുമായി ഈ ഷിപ്പിങ്ങിനെ സഞ്ചരിച്ചുകൊണ്ട് ഡേ നൈറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു കുരുക്കം പോലും അനുഭവപ്പെടുന്നില്ല. ഷിപ്പിനകത്താണെന്ന് പോലും തോന്നുന്നില്ല. പക്ഷേ അത് ഇതിനകത്ത് ഒരുപക്ഷെ കപ്പിത്താനോട് ചോദിച്ചാൽ, ക്യാപ്റ്റനോട് ചോദിച്ചാൽ ക്യാപ്റ്റൻ പറയും, ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളിങ്ങനെ വീക്ഷിക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഏതൊരു ദൈവം ജ്ഞാനം തരുമ്പോൾ ആ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതെ, ദൈവം തരുന്ന അറിവുകളിൽ അഹങ്കരിക്കാതെ, പലരും എഴുതി വെച്ച കഥകളിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നിരീശ്വരവാദികൾ വളരെ വാചാലമായി സംസാരിക്കുമ്പോൾ, അവർ ആ നിരീശ്വരവാദങ്ങൾ അവർ സയൻസിനെ പറയുമ്പോൾ, അവർ കണ്ടുപിടുത്തങ്ങളാണ് വരുന്നതെന്ന് പറയുമ്പോൾ, ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സയൻസ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ പുതിയത് പലതും കണ്ടുപിടിക്കുന്നവർ മുട്ടുമടക്കി ദൈവസന്നിധി സ്തോത്രം ചെയ്തുകൊണ്ട് പറയും, കർത്താവേ, ഇത് ഞങ്ങളുടെ ജ്ഞാനമല്ല, നീ തന്ന അറിവാണ് എന്ന് സമർപ്പിക്കപ്പെടുമ്പോൾ, ഇതറിയാത്തൊരു ലോകം പറയും സയൻസാണ് വലുത്, ലോകമാണ് വലുത്, ജ്ഞാനമാണ് വലുത്, പണമാണ് വലുത്. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട, ഏതൊരു ഈ ടൈറ്റാനിക്കിൻ്റെ ചരിത്രം പോലെ നമ്മൾ ദൈവത്തെക്കാൾ ഉപരിയാണെന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കൽ അത് മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് പിശാചിടുന്ന ഏറ്റവും വലിയ തന്ത്രമാണ്. കാരണം സാത്താനും അത് തന്നെയാണ് ചെയ്തത്. അവനെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന നല്ലൊരു പൊസിഷൻ അവനുണ്ടായിരുന്നു. പക്ഷേ അവൻ അതിനേക്കാൾ ഉപരിയായ ദൈവത്തെ പോലെയാകണം, ദൈവത്തെ പോലെ സമനാകി തീരണം എന്നുള്ള വാശിയാണ് അവൻ എന്നേക്കും വെട്ടി താഴേക്കിടുവാൻ ഇന്നും നമ്മൾ പിശാച് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു എങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അറിവാകട്ടെ, നന്മകളാകട്ടെ, ഫിനാൻഷ്യലി ആകട്ടെ, സ്പിരിച്വലി ആകട്ടെ, ഏത് പൊസിഷനുകളിൽ നമ്മൾ ഉയർന്നാലും ആ ഉയർച്ചയിൽ ദൈവമാണ് എന്നെ ഉയർത്തിയതെന്ന് ചിന്തിക്കുവാൻ, ദൈവമാണ് എനിക്ക് തന്ന ജ്ഞാനമെന്ന് ചിന്തിക്കുവാൻ നമ്മൾ തുനിയണം. നമ്മൾ മുട്ടുമടക്കണം. ഓരോ നന്മകൾ അനുഭവിക്കുമ്പോഴും മുട്ടുമടക്കി കർത്താവിന് നന്ദി പറയണം. അല്ലാതെ നമ്മൾ അഹങ്കാരികളായി മാറരുത്, നിഗളികളായി മാറരുത്. ഈ ഷിപ്പിലെ യാത്രയിൽ നിന്നുകൊണ്ട് അതിൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനെ ഓർക്കുന്നു, ദൈവം മനുഷ്യന് നൽകിയ ജ്ഞാനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായും ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവികത്തിൻ്റെ സമൃദ്ധി വെളിപ്പെടട്ടെ, ഓരോ നന്മകളും ഉയർച്ചകളും മനുഷ്യനുണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ശലോമോൻ പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര അഗോചരമാണ്, എത്ര അത്ഭുതമാണ്, എത്ര അതിശയകരമാണ്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടി ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അതിനകത്ത് പറയുന്ന സൃഷ്ടികൾ പോലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.